ഹായ് എവരിവൺ. പഠനത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ചില യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാട്ടാൻ വേണ്ടി തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അടുത്ത അധ്യയന വർഷവും താളം തെറ്റുമോ? കൗമാരക്കാരായ കുട്ടികളിലുള്ള മാനസിക സംഘർഷങ്ങൾ, അതുപോലെ തന്നെ രക്ഷിതാക്കൾ ഇനി എന്തു ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. സോ ഐ എം വിനീത സുനിൽ ആൻഡ് യു ആർ വാച്ചിങ് വിനീസ് മാത്സ്. രാജ്യത്ത് ആഞ്ഞടിക്കുന്ന കോവിഡ് 2ാം തരംഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ പരീക്ഷകൾ മാറ്റിവെക്കാൻ CBSE, ICSE തുടങ്ങിയ പ്രധാന വിദ്യാഭ്യാസ ബോർഡുകൾ തീരുമാനമെടുത്ത കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ CBSEയുടെ 10ാം ക്ലാസ് പരീക്ഷ റദ്ദാക്കാനും 12ാം ക്ലാസ് പരീക്ഷ മാറ്റിവെക്കാനുമുള്ള തീരുമാനമായിരുന്നു നമ്മളുടെ ഗവൺമെൻറ് എടുത്തിരിക്കുന്നത്. മറ്റു പല ദേശീയ പ്രവേശന പരീക്ഷകൾ അഥവാ എൻട്രൻസ് എക്സാംസ് എല്ലാം മാറ്റി വെക്കേണ്ടി വന്നു. ഈ അധ്യയന വർഷം +1 ക്ലാസ്സിൽ പ്രവേശനം നേടിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വരുന്ന അധ്യയന വർഷവും ഓൺലൈനിൽ പഠനം തുടർന്നാൽ അവരുടെ പഠന നിലവാരത്തെയും ശീലങ്ങളെയും എങ്ങനെയെല്ലാം ബാധിക്കുമെന്ന് വലിയ ആശങ്ക തന്നെയാണ് ഉള്ളത്. രാജ്യത്തിനകത്തും പുറത്തുമുള്ള പ്രമുഖ സർവകലാശാലകളും കോളേജുകളും ലക്ഷ്യമിടുന്ന 12ാം ക്ലാസ് വിദ്യാർത്ഥികൾ ഇത്തവണ അവിടേക്കുള്ള പ്രവേശന നടപടികൾ എങ്ങനെ ആയിരിക്കും എന്നതിനെക്കുറിച്ചുമെല്ലാം പല അവ്യക്തതകളുമുണ്ട്. കോവിഡ് കാലത്ത് ലോകമെമ്പാടുമുള്ള കുട്ടികളെ, പ്രത്യേകിച്ച് കൗമാരക്കാരായ വിദ്യാർത്ഥികളിൽ ഒറ്റപ്പെടലും ഭാവിയെക്കുറിച്ചുള്ള ആകാംക്ഷയും ഏകാന്തതയും വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠയും വിഷാദവും വർദ്ധിച്ചിട്ടുണ്ട് എന്നതാണ് ഇന്ന് വിവിധ ലോക രാജ്യങ്ങളിൽ നടത്തിയ പഠനങ്ങളിലെല്ലാം സൂചിപ്പിക്കുന്നത്. സമപ്രായക്കാർക്കൊപ്പം സമയം ചെലവഴിക്കാൻ ഏറെ ആഗ്രഹിക്കുന്ന കുട്ടികളും കൗമാരക്കാരും വീട്ടിനുള്ളിൽ തന്നെ കഴിയാൻ നിർബന്ധിതമായ സാഹചര്യമാണ് ഈ സമ്മർദ്ദത്തിന് പിന്നിലുള്ള പ്രധാന കാരണം. തൻ്റെ കൂട്ടുകാരിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരികയും വീടിൻ്റെ 4 ചുവരിനുള്ളിൽ തളച്ചിടപ്പെടുകയും ചെയ്യുമ്പോൾ മാനസിക വിഷമം പ്രത്യേകിച്ചും കൗമാരക്കാരായ കുട്ടികളിൽ ഉണ്ടാകുക സാധാരണമാണ്. പക്ഷേ അത് ഒരു രോഗാവസ്ഥയുടെ നിലയിൽ എത്തുകയും മാനസിക രോഗം പോലെ ആകുകയും ചെയ്യാം. അങ്ങനെ ഒരു സ്ഫോടനാത്മക നിലയിലേക്ക് കാര്യങ്ങൾ പോകാതെ നോക്കേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം തന്നെയാണ്. ദുരന്തങ്ങളും രോഗഭീതിയും എന്തുകൊണ്ടാണ് കുട്ടികളെ കൂടുതൽ സംഘർഷഭരിതമാക്കുന്നത്? കുട്ടികൾ മുതിർന്നവരെക്കാൾ വൈകാരികമായി പ്രവർത്തിക്കാനുള്ള കാരണങ്ങൾ ഇവയൊക്കെയാണ്. ആദ്യമായി കുട്ടികളിൽ രോഗത്തെക്കുറിച്ചും ദുരന്തത്തെക്കുറിച്ചും ശരിയായി മനസ്സിലാക്കാനുള്ള കഴിവില്ലായ്മ തന്നെയാണ്. രണ്ടാമത് സംഭവങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവില്ലായ്മ. മൂന്നാമതായിട്ട് സംഘർഷഭരിതമായ സംഭവങ്ങൾ നേരിട്ട് പരിചയമില്ലായ്മ. നാലാമത് ഭയവും ആകാംക്ഷയും മറ്റുള്ളവരുമായി പങ്കുവെക്കാനുള്ള കഴിവില്ലായ്മ. കൂടാതെ മുൻപ് ദുരന്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുള്ളവരും മാനസിക വൈകാരിക ബുദ്ധിപരമായ അസുഖങ്ങളുള്ളവരും കൂടുതൽ പ്രശ്നബാധിതരാകാൻ സാധ്യത ഏറെയുള്ള ഒരു കാലഘട്ടം തന്നെയാണിത്. കൗമാരക്കാരിൽ എതിർപ്പ്, അതായത് അച്ഛനോടും അമ്മയോടും അനിയന്ത്രിതമായി എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവം. നിയന്ത്രണമില്ലാത്ത ചുറ്റിക്കറക്കം. ഈ കോവിഡും എന്ത് പശ്ചാത്തലവും ഉണ്ടെങ്കിലും അവർക്ക് പോണ്ടോടത്ത് പോകണം എന്ന് വാശി പിടിക്കുന്ന ഒരു അവസ്ഥ. അതുപോലെ തന്നെ ചില കുട്ടികളിൽ ലഹരിയുടെ ഉപയോഗങ്ങൾ, മറ്റ് പല കുട്ടികളിൽ അക്രമവാസന, ശാരീരിക വേദന ഉണ്ടെന്ന് നടിക്കൽ, ഇല്ലാത്ത തലകറക്ക, മുൻപ് ഇഷ്ടപ്പെട്ടു ചെയ്യുന്ന പല കാര്യങ്ങളിലും താല്പര്യം കാണിക്കാതിരിക്കൽ എന്നിവയൊക്കെയാണ് ഈ കാലത്ത് കൗമാരക്കാരായ കുട്ടികളിൽ ഉണ്ടാകുന്ന ചില പ്രത്യേകതകൾ. കൂടാതെ സമയത്തിന് അവർ എണീക്കാതെ ഇരിക്കുന്ന ഒരവസ്ഥ. ഏറിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു അരമണിക്കൂർ വേണമെങ്കിൽ അവർക്ക് കിടക്കാനുള്ള സമയം കൊടുക്കാം. പക്ഷേ മിക്ക കുട്ടികളും 11 മണിയോ 11:30 മണിയോ ഒക്കെ ആയിട്ടാണ് കൗമാരക്കാരായ കുട്ടികൾ എണീച്ച് വരുന്നത് തന്നെ. അപ്പം അതെല്ലാം നമ്മളുടെ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് ഒരു നിയന്ത്രണം തീർച്ചയായും ഏർപ്പെടുത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്.
സാമൂഹിക ബോധമുള്ളവരായി കുട്ടികൾ വളരുന്നില്ല എന്നത് മുതിർന്നവരുടെ പരാജയം തന്നെയാണ് എന്നേ ഞാൻ പറയുകയുള്ളൂ. കാമക്രോധ മതമാത്സര്യ അസൂയ ഈർഷ്യ തുടങ്ങിയ ദോഷങ്ങൾ ദൂരീകരിക്കാൻ പ്രാപ്തമായ ധാർമ്മിക ശിക്ഷണം വരും തലമുറയ്ക്ക് നൽകണം. നല്ല ശീലങ്ങളും നല്ല ചിന്തകളുമായി നമ്മുടെ കുട്ടികൾ വളരാൻ വേണ്ടി നമ്മൾ തന്നെ മുൻകൈ എടുക്കണം. നിങ്ങൾക്കറിയാൻ പറ്റും, കാഞ്ഞിരക്കുരു വിതച്ചിട്ട് മധുരമുള്ള പഴം പറിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് വെറുതെയാണ്. അത് നമ്മുടെ വെറും വ്യാമോഹം തന്നെയാണ്. മറ്റൊരു കാര്യം എനിക്ക് രക്ഷിതാക്കളോട് പറയാനുള്ളത്, ഈ ഒരു കോവിഡിൻ്റെ സമയത്ത്, അതായത് മാനസിക സംഘർഷം മൂത്ത് ഏകദേശം 66 കുട്ടികളോളം ആത്മഹത്യക്ക് തുനിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ കണക്കിൽ കാണുന്നത്. അപ്പം ഇനിയും കുട്ടികൾക്ക് സംഘർഷം ഉണ്ടാക്കുന്ന സാഹചര്യം നൽകാതെ, പക്ഷേ ഈ ഒരു കോവിഡിൻ്റെ കാലത്ത് അവരുടെ പിയർ ഗ്രൂപ്പിൽ നിന്നൊക്കെ അവർ വിട്ട് സ്വന്തമായിട്ട് അവർ നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് നമ്മുടെ രക്ഷിതാക്കളുടെ ഇടപെടൽ അത്യാവശ്യം തന്നെയാണ്. അല്ലെങ്കിൽ അവർ അവരുടേതായ ലോകത്തേക്ക് സഞ്ചരിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. പല വീടുകളിലും നമ്മൾ എടുത്തു നോക്കിയാൽ ഈ ഒരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു കോവിഡിൻ്റെ കാലത്ത്, അതായത് കഴിഞ്ഞ അധ്യയന വർഷത്തിൽ തന്നെ നമ്മളെല്ലാം കേട്ട് നടുങ്ങിയ ചില സംഭവ വികാസങ്ങൾ കുട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ എല്ലാ കാര്യങ്ങളെ കൊണ്ട് തന്നെ പ്രിയ രക്ഷിതാക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഏതായാലും മുതിർന്നവർ കുട്ടികൾക്ക് ഒരു റോൾ മോഡൽ തന്നെയായി തീരാൻ ശ്രമിക്കുക. ശരിയായ ആരോഗ്യശീലം ഉള്ളവരും മറ്റുള്ളവരെ പരിപാലിക്കുന്നവരും ആയി നമ്മുടെ യുവജനതയെ സജ്ജമാക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് ശ്രമിക്കാം. ഏത് ദുരന്തവും ഒരു നല്ല ജീവിത രീതിക്ക് നമ്മെ പ്രാപ്തമാക്കട്ടെ. ഏത് ഇരുട്ടിലും നമുക്ക് വെളിച്ചം കണ്ടെത്താം എന്ന് നിങ്ങളെ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവിധ കുട്ടികൾക്ക് വേണ്ടിയുള്ള സപ്പോർട്ടും രക്ഷിതാക്കൾ ചെയ്യണമെന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഈ ഒരു കോവിഡ് എന്ന മഹാമാരിയെ നമ്മൾക്ക് പെട്ടെന്ന് നമുക്ക് ദൂരീകരിച്ച് കഴിയാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഓൺലൈനായി മാത്രം കുട്ടികൾ പഠനം നടത്തുന്ന ഈ അവസ്ഥയിൽ നമ്മളുടെ പാരൻസിൻ്റെ കൂടുതൽ സപ്പോർട്ട് കുട്ടികളിലേക്ക് കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളെ എല്ലാവരെയും ഓർമ്മിപ്പിക്കാനുള്ളത്. ഈ ഒരു മഹാമാരിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും മുക്തി ഉണ്ടായി കൗമാരക്കാരായ കുട്ടികൾ പ്രത്യേകിച്ചും സ്കൂളിലേക്ക് പോയി, അല്ലെങ്കിൽ അവർ കോളേജിലേക്കാണെങ്കിൽ കോളേജിലേക്ക് പോയി അവരുടെ പിയർ ഗ്രൂപ്പുമായി അവർക്കുള്ള ആ ഒരു സമ്പർക്കം പുനഃസ്ഥാപിക്കാൻ എത്രയും പെട്ടെന്ന് സർവശക്തൻ നമ്മളുടെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്നാണ് ഒരു ടീച്ചറായ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളതും പാരൻസിനോട് പറയാനുള്ളതും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ.